ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പ്ലസ് 2 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 77.97 വിജയ ശതമാനം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ 0.16% നേരിയ വർധന. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടിയെടുത്ത സംഭവം. SFIയുടെ നേതൃത്വത്തിൽ തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബീക്കൺ ലൈറ്റിട്ട് ആംബുലൻസിൽ ലഹരിക്കടത്ത്. 280 ഗ്രാം MDMAയുമായി തൃശൂരിൽ 2 പേർ പോലീസിന്റെ പിടിയിലായി. തൃശൂർ വടക്കാഞ്ചേരിയിൽ ആഴമുള്ള കിണറ്റിലേക്ക് വീണ കാളക്കുട്ടിക്ക് ഫയർഫോഴ്സ് രക്ഷകരായി. ആളൊഴിഞ്ഞ വീട്ടുവളപ്പിലെ കിണറ്റിലേക്കാണ് 7 മാസം പ്രായമുള്ള കാളക്കുട്ടി വീണത്. തിരുവനന്തപുരം പാറ്റൂരിൽ നിയന്ത്രണം വിട്ട ലോറി റോഡിൽ മറിഞ്ഞു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ പ്ലസ് 2 പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഇത്തവണ 77.97 വിജയ ശതമാനം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ 0.16% നേരിയ വർധനവ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീനാണ് പരീക്ഷാഫലം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സംസ്ഥാനത്തെ 1990 സ്കൂളുകളിലായി 4,25,000 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഇതിൽ ഹയർ സെക്കൻഡറി റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ 3,72,423 പേരിൽ 2,90,398 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. പരീക്ഷ എഴുതിയ ആൺകുട്ടികളിൽ 68.41% പേരും പെൺകുട്ടികളിൽ 86.89% പേരും ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുണ്ട്. ഇത്തവണയും വിജയ ശതമാനത്തിൽ പെൺകുട്ടികളാണ് മുന്നിൽ. 2ാം വർഷ ഹയർ സെക്കൻഡറി ഫലത്തിനൊപ്പം തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും മന്ത്രി പ്രഖ്യാപിച്ചു. പുതിയ UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ പ്രധാന പരീക്ഷാഫല പ്രഖ്യാപനമാണിത്. വിദ്യാർത്ഥികൾക്ക് വിവിധ ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയും ഫലം ലഭ്യമാകും. പരീക്ഷാഫലം അറിയാൻ നമ്മുടെ Kerala.Kerala.Government.in ഉൾപ്പെടെയുള്ള വിവിധ പോർട്ടലുകളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഉപരിപഠനത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ +1 സീറ്റുകളും തുടർ സൗകര്യങ്ങളും സംസ്ഥാനത്ത് കൃത്യമായി ഉറപ്പാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ പോലീസ് നടപടിയെടുത്ത സംഭവം. നടപടിയിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയ പ്രവർത്തകർ കമ്മീഷണർ ഓഫീസ് പരിസരത്തേക്ക് നീങ്ങുന്നതിനിടെ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് മാർച്ച് തടയുകയായിരുന്നു. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് നേരിയ സംഘർഷാവസ്ഥ ഉടലെടുത്തത്. സംസ്ഥാന തലത്തിൽ SFI ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായാണ് തൃശൂരിലും മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസ് അതിരുകടന്ന നടപടിയാണ് സ്വീകരിച്ചതെന്നും പ്രതിഷേധം അടിച്ചമർത്താനുള്ള ശ്രമമാണെന്നും SFI നേതൃത്വം ആരോപിച്ചു. അതേസമയം പൊതുസുരക്ഷയും നിയമസംരക്ഷണവും ഉറപ്പാക്കാനാണ് നടപടിയെടുത്തതെന്ന് പോലീസ് വിശദീകരിച്ചു. പ്രതിഷേധം സമാധാനപരമായി തുടരണമെന്നാവശ്യപ്പെട്ടെങ്കിലും ബാരിക്കേഡുകൾ തകർക്കാനുള്ള ശ്രമമുണ്ടായതോടെ സാഹചര്യം നിയന്ത്രണ വിധേയമാക്കാൻ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നതായും പോലീസ് വ്യക്തമാക്കി. ബീക്കൺ ലൈറ്റിട്ട് ആംബുലൻസിൽ ലഹരിക്കടത്ത്. 280 ഗ്രാം MDMAയുമായി തൃശൂരിൽ 2 പേർ പോലീസിന്റെ പിടിയിലായി. ലഹരി വിരുദ്ധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി ആരംഭിച്ചതിന് ശേഷമുള്ള പ്രധാന ലഹരി വേട്ടകളിൽ ഒന്നായാണ് ഈ കേസിനെ പോലീസ് കാണുന്നത്. അടിയന്തര ചികിത്സാ വാഹനം എന്ന മറവിൽ ആംബുലൻസിൽ ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ച 2 പേർ തൃശൂരിൽ പോലീസിന്റെ പിടിയിലായി. വെട്ടിക്കൽ സ്വദേശിയായ ഫെയ്ത്തിനെയും അഞ്ചേരി സ്വദേശിയായ സന്ദീപിനെയും 280 ഗ്രാം MDMAയുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് തൃശൂർ അതിർത്തിയായ വാണിയമ്പാറയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. ബീക്കൺ ലൈറ്റ് തെളിയിച്ച സംശയം തോന്നാതെയാണ് ലഹരി കടത്താൻ സംഘം ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആംബുലൻസിൽ ലഹരിമരുന്നുമായി ഒരു സംഘം എത്തുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ കുന്നംകുളം ഡിവിഷൻ പോലീസ് സംഘം വാഹന പരിശോധന ശക്തമാക്കിയത്. ഇതോടെയാണ് ആംബുലൻസ് തടഞ്ഞ് പരിശോധിക്കുകയും ലഹരി വസ്തു കണ്ടെടുക്കുകയും ചെയ്തത്. പിടിച്ചെടുത്ത MDMA ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം.
തൃശൂർ ജില്ലയിൽ വിതരണം ചെയ്യാനായിരുന്നു ലഹരി എത്തിച്ചതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. പിടിച്ചെടുത്ത ലഹരിക്ക് വിപണിയിൽ വലിയ വിലയുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യ പ്രധാന ലഹരി വേട്ടകളിലൊന്നായാണ് ഈ കേസിനെ പോലീസ് കാണുന്നത്. സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോയെന്നും ലഹരി വിതരണ ശൃംഖലയുമായി ബന്ധമുള്ള മറ്റ് കണ്ണികൾ ആരൊക്കെയാണെന്നും കണ്ടെത്താനും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആംബുലൻസ് ഉപയോഗിച്ചുള്ള ലഹരിക്കടത്ത് സംബന്ധിച്ച വിവരങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. തൃശൂർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ആഴമുള്ള കിണറ്റിലേക്ക് വീണ കാളക്കുട്ടിക്ക് ഫയർഫോഴ്സ് രക്ഷകരായി. വടക്കാഞ്ചേരി സ്വദേശി കൊടക്കാടത്ത് ശശികുമാറിന്റെ ആളൊഴിഞ്ഞ തറവാട്ട് വളപ്പിലെ കിണറ്റിലേക്കാണ് 7 മാസം പ്രായമുള്ള കാളക്കുട്ടി വീണത്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ആഴമുള്ള കിണറ്റിലേക്ക് വീണ കാളക്കുട്ടിക്ക് ഫയർഫോഴ്സ് രക്ഷകരായി. കൊടക്കാടത്ത് ശശികുമാറിന്റെ ആളൊഴിഞ്ഞ തറവാട്ടുവളപ്പിലെ കിണറ്റിലേക്കാണ് 7 മാസത്തോളം പ്രായമുള്ള കാളക്കുട്ടി വീണത്. ജാറംകുന്ന് സ്വദേശി റിഷാദിന്റെ ഉടമസ്ഥതയിലുള്ള കാളയാണ് തീറ്റ തേടി മേയുന്നതിനിടെ 35 അടിയോളം താഴ്ചയുള്ള നിറയെ വെള്ളമുള്ള കിണറ്റിലേക്ക് വീണത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ വടക്കാഞ്ചേരി ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി റോപ്പ്, ലാഡർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാളക്കുട്ടിയെ അതിവേഗം സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഇതോടെയാണ് ആശങ്കയൊഴിഞ്ഞത്. തിരുവനന്തപുരം പാറ്റൂരിൽ നിയന്ത്രണം വിട്ട ലോറി റോഡിൽ മറിഞ്ഞു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. തിരുവനന്തപുരം പാറ്റൂരിൽ നിയന്ത്രണം വിട്ട ലോറി റോഡിൽ മറിഞ്ഞു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. രാവിലെ 7:30യോടെയാണ് അപകടം സംഭവിച്ചത്. വളവിൽ നിയന്ത്രണം വിട്ട വാഹനം ഒരു വശം ചെരിഞ്ഞ് റോഡിൽ മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വൺവേയിലൂടെ വരികയായിരുന്ന വാഹനം റോഡിൽ മറിഞ്ഞ സമയത്ത് ഇതുവഴി മറ്റ് കാൽനട വാഹനയാത്രക്കാരുടെ സാന്നിധ്യമില്ലാതിരുന്നതും ആശ്വാസമായി. ഇരുമ്പ് കമ്പി കയറ്റി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിൽ ഏറെ നേരം ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ലോറി നിരത്തിൽ നിന്നും മാറ്റിയാണ് ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചത്. വാർത്തകൾ പൂർണ്ണമാകുന്നു. തുടർന്നും വിശദമായ വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം. സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.